Hello everyone, welcome to my YouTube channel MedGeek RN. ഇന്ന് ഞാൻ ഇവിടെ നഴ്സിംഗ് റിലേറ്റഡ് കണ്ടന്റ് അല്ല ഉണ്ടാക്കുന്നത് ബട്ട് സംതിങ് റിലേറ്റഡ് ടു ഇമിഗ്രേഷൻ മാറ്റർ. കാനഡയിൽ PR ആയിട്ട് നാട്ടിൽ നിന്ന് വരാനുള്ള ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ന്യൂ ബ്രുൻസ്വിക്ക് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. In the mid of this COVID, there are lots of vacancies related to food processing and machine operators. So they are going to conduct some information session this September. So let's not waste much time and I'll take you to the website and I'll show you some of the important details which you have to do so that you can join the information session and നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഇത് ഫിൽ ചെയ്ത് വിടുക. ഇത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്, സോ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നിങ്ങളുടെ ഇൻഫർമേഷൻ കൊടുക്കുമ്പം ഇവര് നിങ്ങൾക്ക് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻവിറ്റേഷൻ വരാം. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഫർദർ ഫ്രം there they will take it. So let's not waste the time and go ahead. ബ്രുൻസ്വിക്ക് പ്രൊവിൻസിന്റെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ്. സോ ഇവിടെ ഈ വെബ്സൈറ്റിൽ ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കും. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് എത്താം. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോകുമ്പം fall 2021 ന്യൂ ബ്രുൻസ്വിക്ക് ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ്സിംഗ് ഫിഷ് ആൻഡ് സീ ഫുഡ് ലേബറേഴ്സ് മഷീൻ ആൻഡ് പ്രോസസ് ഓപ്പറേറ്റേഴ്സ് ഈ കാറ്റഗറിയിലുള്ള ജോലിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് നാട്ടിൽ നിന്ന് ഈസിലി കാനഡയിലേക്കുള്ള PR ആയിട്ട് വരാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ എംപ്ലോയേഴ്സ്. നിങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം അവരുടെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ അവർ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടാണ് അവർ ഫർദർ അവിടെ നിന്നാണ് അവർ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് തരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൈൻ അപ്പ് ചെയ്യാം ആൻഡ് വെയിറ്റ് ഫോർ ദർ ഇൻവിറ്റേഷൻ. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നഴ്സസിനായിരുന്നു ഈ സെപ്റ്റംബറിൽ തന്നെ ഒരു നഴ്സസിന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ബട്ട് അത് ക്ലോസ്ഡ് ആയി. സെയിം ലൈക്ക് ദാറ്റ് ഫോർ വെൽഡേഴ്സ്, മിൽറൈറ്റ്സ് ആൻഡ് മഷീനിസ്റ്റിനും ഉണ്ടായിരുന്നു. ഇതെല്ലാം ക്ലോസ് ആയി. ഇവരിപ്പം കോവിഡ് കാരണം ഒത്തിരി വേക്കൻസി അവിടെ ഇറങ്ങിയിട്ടുണ്ട് ആൻഡ് കുറേ എംപ്ലോയേഴ്സ് ഇങ്ങനെ അവിടെ താമസിക്കുന്ന ആൾക്കാരെയും പിന്നെ കാനഡയിലും മറ്റൊരു പ്രൊവിൻസിൽ നിന്നും ആൾക്കാർ ഇവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അവർ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നത്. സോ ഐ ഹൈലി റെക്കമെൻഡ് യു ഗൈസ് ടു ഗോ ഓൺ ദിസ് വെബ്സൈറ്റ് ആൻഡ് സൈൻ അപ്പ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഇൻവിറ്റേഷൻ. ഇഫ് യു ഹാവ് ലക്ക് യു മൈറ്റ് ഗെറ്റ് ദ ഇൻവിറ്റേഷൻ ആൻഡ് ദെൻ ദേ വിൽ ടെൽ യു വാട്ട് ടു ഡു നെക്സ്റ്റ്. സോ ഇത് ഈ ലിങ്കിൽ പോയിട്ട് ഇവിടെ സൈൻ അപ്പ് ചെയ്യുക. ഇവിടെ ഇൻഫോർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറി, ഇതാണ് NOC കോഡ്, നാഷണൽ ഒക്യുപ്പേഷണൽ ലിസ്റ്റ് ആണിത്. ഇവരുടെ NOC കോഡ് അനുസരിച്ചാണ് ഇവർ PR-ന് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഈ പ്രൊവിൻസിൽ ഇപ്പം ഷോർട്ടേജ് ഈ കൊടുത്തിരിക്കുന്ന എംപ്ലോയ്മെന്റിലാണ് ഷോർട്ടേജ് ഉള്ളത്. സോ ഇതിനകത്ത് ജോലി ചെയ്യുന്ന ഈ എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. സോ ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ഈ ഇൻഫർമേഷൻ സെഷൻ സൈൻ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക ആൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവർ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. Registration is open for those with the experience in hospitality sector for the following position. Recent is to mean within past 5 years. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് ഇവർ ഇൻവിറ്റേഷൻ അയക്കുന്നത്. ഇപ്പം ന്യൂ ബ്രൻസ്വിക്ക് എംപ്ലോയേഴ്സ് ആർ ഹയറിംഗ് എന്ന് വെച്ചാൽ അവർ ഇപ്പം ഇഷ്ടംപോലെ വേക്കൻസി ഉള്ളതുകൊണ്ട് അവിടുത്തെ എംപ്ലോയേഴ്സിന് ജോലിക്ക് കിട്ടാത്തതുകൊണ്ട് ഇവർ നന്നായിട്ട് ഹയറിംഗ് നടത്തുന്നുണ്ട്. സോ അവർക്ക് അവിടെ നിന്ന് തന്നെ ആൾക്കാരെ കിട്ടാത്തതുകൊണ്ടാണ് അവരിപ്പോൾ ഇന്റർനാഷണലി റിക്രൂട്ട് ചെയ്യുന്നത്. ആൻഡ് these programs are only for individuals intending to reside in New Brunswick. എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നിങ്ങൾ വരുമ്പം ന്യൂ ബ്രുൻസ്വിക്കിൽ തന്നെ താമസിക്കുന്ന ഇന്റൻഷൻ വഴിയാണ് അവർ ഹയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് യു ഓൺലി ഹാവ് ടു റിസൈഡ് ഇൻ ന്യൂ ബ്രുൻസ്വിക്ക് വൺസ് യു ആർ ഹയർഡ് എന്നൊക്കെ ആൾക്കാർ പറയും. ബട്ട് ദെൻ വൺസ് യു ആർ ഹിയർ, നിങ്ങൾ 1 വർഷം ജോലി ചെയ്തു, 2 വർഷം ജോലി ചെയ്തു, നിങ്ങൾക്ക് പ്രൊവിൻസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും വൺസ് യു ഗെറ്റ് ദ PR യു ആർ allowed to move around in Canada freely. So നിങ്ങൾക്ക് അവിടെ വന്ന് ജോലി ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആകുമ്പോൾ മൂവ് ചെയ്യാം. ബട്ട് ഇപ്പം തൽക്കാലത്തേക്ക് നിങ്ങളുടെ ഇന്റൻഷൻ പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഇന്റൻഷനിൽ വേണം. കാരണം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഇവിടുന്ന് ജോലിക്ക് വിളിക്കുമ്പം നിങ്ങളെ ജോലിക്ക് ഇവിടെ PR ആയിട്ട് കൊണ്ടുവരുമ്പോൾ ഈ പ്രൊവിൻസിൽ തന്നെ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ.
പിന്നെ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഈ ഇൻഫർമേഷൻ സെഷനിൽ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി അതാണ് കൊടുത്തിരിക്കുന്നത്. സോ ബിഫോർ യു ബിഗിൻ യുവർ ആപ്ലിക്കേഷൻ യു വിൽ നീഡ് ടു ഹാവ് എ JPG ഓർ PDF കോപ്പീസ്. ഈ ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഫയൽ അപ്ലോഡ് ചെയ്യുമ്പം JPG അല്ലെങ്കിൽ PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാനുള്ളത്. ഫോട്ടോ പേജ് ഓഫ് യുവർ കറന്റ് പാസ്പോർട്ട്, നിങ്ങളുടെ ഫോട്ടോ പേജ് നിങ്ങളുടെ ഫോട്ടോ ഉള്ള പേജാണ് ഫസ്റ്റ് അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ വിസ ഫോർ യുവർ കൺട്രി, ഇപ്പം ഇന്ത്യയിലാണ് നിങ്ങൾ സെറ്റിൽഡ് ആണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ആധാർ കാർഡോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഇന്ത്യൻ വോട്ടേഴ്സ് ID ഇതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ദെൻ ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ട്സ്, നിങ്ങൾ IELTS എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലാംഗ്വേജ് ടെസ്റ്റ് റിസൾട്ട്സും ഇതിനകത്ത് കൊടുക്കുക. പിന്നെ ECA വെസ്റ്റ് റിപ്പോർട്ട്, നിങ്ങൾ നാട്ടിൽ പഠിച്ചിറങ്ങിയിട്ട് നിങ്ങളുടെ വെസ്റ്റ് റിപ്പോർട്ട് ഇവാലുവേഷൻ, കനേഡിയൻ എഡ്യൂക്കേഷനും ഇന്ത്യൻ എഡ്യൂക്കേഷനും തമ്മിൽ ഇവർ ഇവാലുവേറ്റ് ചെയ്യും. അതാണ് ECA റിപ്പോർട്ട്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സബ്മിറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ സെക്ഷൻ നോക്കി സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും എപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. പിന്നെ നിങ്ങളുടെ കറന്റ് CV ഓപ്ഷണൽ ആണ്, പക്ഷേ ഇത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ദാറ്റ് ദേ ക്യാൻ ഗോ ത്രൂ യുവർ past experience and also your എന്തോ നിങ്ങൾ എവിടെയൊക്കെയാണ് ജോലി ചെയ്തത്, നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്, അതൊക്കെ അവർക്ക് മനസ്സിലാവണമെങ്കിൽ CV അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. സ്പൗസിന്റെ CV, ഇപ്പം നിങ്ങളുടെ സപ്പോസ് നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്ന ഒരു ആളാണ്, ബട്ട് നിങ്ങളുടെ വൈഫ് വേറെ ഒരു സ്കിൽഡ് കാറ്റഗറിയിൽ പെടുന്നതാണ്, സേ യുവർ വൈഫ് ഈസ് എ നേഴ്സ്, അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലസ് പോയിന്റ് ആയിരിക്കും. നിങ്ങളുടെ സ്പൗസിന്റെ CV കൂടെ അപ്ലോഡ് ചെയ്യുക. Once you have registered, you will receive an email confirming we have received your information. Only individuals selected will receive an invitation to participate. നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇൻവിറ്റേഷൻ കിട്ടും. By registering for this event, understand that there is no guarantee or implied expectation that you will receive an invitation. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടും. ബട്ട് ഇത് സബ്മിറ്റ് ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. സോ ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളോട് ഈ അഗ്രിമെന്റ് വായിച്ചിട്ട് നിങ്ങളുടെ സൈൻ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആയിരിക്കും തരുന്നത്. പിന്നെ ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ പ്രൊവിൻഷ്യൽ വെബ്സൈറ്റ് ആണ്, ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ബ്രൺസ്വിക്കിൽ വേറെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വരുവാണെങ്കിൽ എങ്ങനെയാണ് അവരെ ഇവർ ട്രീറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നഴ്സസിനുള്ള ഓപ്പർച്യൂണിറ്റിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൺസൾട്ടൻറ്റും ഈ റിക്രൂട്ടേഴ്സും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രൊജക്ട്, ഈ നാട്ടിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ഇവിടെ എത്താവുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഈ വെബ്സൈറ്റിൽ കയറിയാൽ ഇതൊക്കെ കാണാം. PR ready? ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം PRന് വേണ്ടി എന്തൊക്കെയാണ് ഇവരുടെ IELTS റിക്വയർമെന്റ് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. PCC എങ്ങനെ കിട്ടണം, നിങ്ങൾ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എങ്ങനെ PCC എടുക്കുന്ന കാര്യം, പിന്നെ പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി, ബാക്കി എല്ലാം പ്രോഗ്രാംസിനെ കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ I highly recommend you to go through this website and sit for a while and just go through these documents, read it to yourself, and you will get lots of information here. And I think you will be getting more knowledge about immigration process that works in Canada. So I hope good luck for you. I hope the very best for you. Thank you so much.